കേന്ദ്ര ഏജൻസികളും ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള സംഭാവനയും. എന്താണ് BJP ഗവൺമെന്റ്, അതായത് നമുക്ക് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള ഗവൺമെന്റുകളൊക്കെ നമുക്കറിയാം പല രീതിയിലും ഇലക്ഷൻ ഫണ്ടിലേക്ക് ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ സമാഹരിച്ചതിനകത്ത് കള്ളപ്പണം ഉണ്ടായിരുന്നിരിക്കാം, ചിലരെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കല് ഇതിന്റെ ഒരു ഭാഗമായി കണ്ടിരിക്കാം. ഒരുപക്ഷെ ലോകത്തെല്ലാം ഈ ഇലക്ഷൻ ഫിനാൻസ് ചെയ്യുന്നത്, ഇലക്ഷന് ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ ചെലവഴിക്കേണ്ടി വരുമ്പോൾ അത് എല്ലാം തന്നെ സമാഹരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ പ്രീണിപ്പിച്ചും ഒക്കെ ആയിരിക്കും. അതൊരു ശീലമായി ഡെമോക്രസിയിൽ തീർച്ചയായിട്ടും അത് ദുശീലമാണ്. ഡിക്റ്റേറ്റർഷിപ്പിലൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ പണം പിരിച്ച് നടക്കുന്ന ഭരണക്രമമാണ് ഈ ലോകത്ത് എവിടെയും ഉള്ളത്. അതേ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആർക്കും ആശങ്ക തോന്നത്തക്ക രീതിയിൽ കള്ളപ്പണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടങ്ങളല്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നെഹ്റു കുടുംബം എടുക്കുകയാണെങ്കിൽ, നെഹ്റു കുടുംബം എത്രയോ കോടിയുടെ വരുന്ന സ്വത്ത് കോൺഗ്രസിന് വേണ്ടി അതുവഴി ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ച ഒരു കുടുംബമാണ്. അപ്പം അവര് അങ്ങോട്ട് ആവാഹിച്ചെടുക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഇന്ത്യയെ ശാക്തീകരിക്കുക, ഇന്ത്യയെ എംപവർ ചെയ്യുക, നമ്മുടെ ഭരണകൂടത്തെയും ഭരണ സംവിധാനത്തെയും എംപവർ ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി അവരുടെ കയ്യിലിരുന്ന പിതൃസ്വത്ത് അങ്ങോട്ട് സംഭാവന ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും അവര് ഈ തരത്തില് കള്ളപ്പണം സമാഹരിച്ച് സ്വന്തം പോക്കറ്റിലാക്കാനായിട്ട് ശ്രമിച്ചില്ല എന്ന് തന്നെയാണ്. നെഹ്റു ഒരു പക്ഷേ നെഹ്റുവിന്റെ ചരിത്രം വായിച്ചാൽ അറിയാവുന്ന ആർക്കും അറിയാം, അത്തരത്തില് ഒരു എന്തെങ്കിലും ഗൂഢ ഉദ്ദേശങ്ങളോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിന്റെ മക്കളായിട്ട് വരുമ്പോൾ അവരെ കേസിൽ കുടുക്കിയിട്ടുണ്ട്. കേസിൽ കുടുക്കിയതൊക്കെ സത്യസന്ധമായിട്ട് തന്നെയാണോ കേസിൽ കുടുക്കിയത് എന്ന ഭയം നമുക്കുണ്ട്. ഉദാഹരണത്തിന് ഒന്നാം വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് എനിക്ക് പ്രിയങ്കയുടെ ഭർത്താവിനെ കേസിൽ കുടുക്കിയതായിട്ട് അറിയാം. അത് കഴിഞ്ഞ് ഇപ്പൊ മോദിയുടെ ഭരണം വന്നപ്പോഴേക്കും നമുക്കറിയാം മിസ്സിസ് ഗാന്ധിയെയും രാഹുലിനെയും ഒക്കെ കേസിൽ കുടുക്കി. അതിനെപ്പറ്റി ഇപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതായത് മനഃപൂർവ്വം അവരെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി കേസിൽ കുടുക്കുകയായിരുന്നു എന്നാണ് ഒരുപാട് പേരും വിശ്വസിക്കുന്നതും. ഒരു പക്ഷെ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം എന്നാണ് ഇപ്പോൾ നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്ന തീരുമാനം. അതായത് എന്താണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഉദാഹരണത്തിന് നമുക്കറിയാം പിണറായി സർക്കാർ ഗവൺമെന്റ് ഭരണം വന്നപ്പോൾ മുതൽ സ്വർണ്ണ കള്ളക്കടത്തും മുതൽ പല തരത്തിലുള്ള കള്ളക്കടത്തും മറ്റ് അഴിമതികളും ഒക്കെ നടന്നു. അതൊക്കെ അന്വേഷിക്കാൻ ദേശീയ ഏജൻസികൾ വരുന്നുണ്ട്. പക്ഷെ എങ്ങും എത്താതെ അത് അങ്ങ് നീണ്ടു പോവുകയാണ്. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനും ഒരു പക്ഷേ കാരണങ്ങൾ കാണും. കാരണം ഇലക്ഷൻ എടുക്കുമ്പോൾ അതൊക്കെ ചൂടാക്കുക, അങ്ങനെ ആ ഇലക്ഷനില് BJPക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുക. അതിനാകാം അത്തരം കേസുകളൊന്നും തീരുമാനത്തിലെത്തിക്കാതെ മുന്നോട്ട് എഴഞ്ഞെഴഞ്ഞ് നീങ്ങാൻ അനുവദിക്കുന്നത്. പക്ഷെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് കാണുന്നത്. അതായത് ന്യൂസ് ലോണ്ടറി ആൻഡ് ദ ന്യൂസ് മിനിറ്റ്സ്, ദി ന്യൂസ് ലോണ്ടറി ആൻഡ് ദ ന്യൂസ് മിനിറ്റ്സ് എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തിയ ഒരു പഠനം. ഞാൻ ആ പേര് ഒന്നുകൂടെ പറയാം. ദ ന്യൂസ് ലോണ്ടറി ആൻഡ് ദ ന്യൂസ് മിനിറ്റ്സ്, ഈ രണ്ട് സ്ഥാപനങ്ങൾ ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഒരു പഠനം. അതായത് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉദയവും അതിന് തൊട്ട് മുൻപും പിൻപും ഒക്കെയുള്ള കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് നടത്തിയ ഒരു പഠനം. ആ പഠന റിപ്പോർട്ട് അവർ പുറത്തുവിട്ടു. പഠന റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ എന്താണ് പറയുന്നത്? 23 കമ്പനികൾ, അതായത് BJP ഭരണത്തിൽ വന്ന 2014 മുതൽ അതായത് ഈ ഇലക്ട്രൽ ബോണ്ട്, അതായത് EDയുടെ റെയ്ഡ് നടക്കുന്ന വർഷം വരെ, ഇലക്ട്രൽ ബോണ്ട് അപ്പോൾ വന്നിട്ടില്ല, 2014 മുതൽ
ED-യുടെ റെയ്ഡ് അവിടെ എത്തുന്ന സമയം വരെ ഒരു പൈസയും ഈ 33 കമ്പനികളും കൊടുത്തിരുന്നില്ല. പക്ഷെ ED-യുടെ റെയ്ഡ് ഇവരുടെ കമ്പനികളിൽ, ഈ 23 കമ്പനികളിൽ എത്തിയതിന് ശേഷം അവര് കൊടുത്തത് 187.58 കോടിയാണ് BJPക്ക് കൊടുക്കുന്നത്. അപ്പൊ റെയ്ഡ് എന്തിനു വേണ്ടിയായിരുന്നു? യഥാർത്ഥത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടക്കുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സ് വെട്ടിക്കുന്നു, അതും അല്ലെങ്കിൽ മറ്റു തരത്തിൽ, അതായത് GST വേണ്ടതുപോലെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ നേരത്തെ മുതലേ അവരെ എടുക്കേണ്ടതാണ്, അവരെ പിടിക്കേണ്ടതാണ്. പക്ഷെ അന്നൊന്നും പിടിക്കാതിരുന്നിട്ട് അവരെ എന്താണ് ഈ ED അവരെ റെയ്ഡ് ചെയ്യാൻ ചെല്ലുന്നു. ED റെയ്ഡിന് ഇറങ്ങുന്നത് വരെ ഈ കമ്പനികൾ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ കമ്പനികൾ അപ്പോഴും അഴിമതി നടത്തിയിരുന്നു, അവർ കള്ളപ്പണ ബിസിനസ് നടത്തിയിരുന്നു, അവർ ഷോർട്ട് സെല്ലിംഗ് നടത്തിയിരുന്നു. അതായത് മൗറീഷ്യസ് പോലെയുള്ള കേന്ദ്രങ്ങളിലൂടെ സ്വന്തം ഷെയറുകളുടെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ആ സമയത്ത് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ED അന്വേഷണവുമായിട്ട് ഈ 23 കമ്പനികളെ അപ്രോച്ച് ചെയ്ത് അന്വേഷണം തുടരുന്നു. അന്വേഷണം തുടങ്ങിയതിന് ശേഷം ഇവർ കൊടുത്ത എമൗണ്ട് ആണ് 187.58 കോടി. വലിയ പരുക്കുകളൊന്നുമില്ലാതെ ഈ 23 കമ്പനികളും രക്ഷപ്പെടുന്നു. ഇനി അതുപോലെ മറ്റ് 4 കമ്പനികളെ പറ്റി പറയുന്നു. അവര് പരിശോധനയ്ക്ക്, ഈ വേറെ 4 കമ്പനികൾ, അവയിൽ പരിശോധനയ്ക്ക് ED എത്തുന്നത് വരെ ഒരു പൈസയും കൊടുത്തിട്ടില്ല. എത്തിയതിന് ശേഷം 4 മാസത്തിനുള്ളിൽ അവര് 9.5 കോടി 9.05 crore പണം കൊടുക്കേണ്ടി വരുന്നു. സോം ഡിസ്റ്റിലറി, അതായത് മധ്യപ്രദേശിലെ ഒരു ഡിസ്റ്റിലറിയാണ് സോം ഡിസ്റ്റിലറി. ഈ സോം ഡിസ്റ്റിലറിയുടെ കേസ് വളരെ രസകരമാണ്. BJPക്ക് പണം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ED അന്വേഷണം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ BJPക്ക് പണം ഒരു വർഷം കൊടുത്തില്ല. കൊടുക്കാതിരുന്ന അധികം താമസിക്കുന്നതിന് മുൻപേ അവിടേക്ക് ED-യുടെ അന്വേഷണം എത്തുന്നു. ED-യുടെ അന്വേഷണം എത്തിയപ്പോൾ ആ അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടി 1 കോടി ആദ്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അന്വേഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 ഗഡുക്കളായിട്ട് വീണ്ടും 1/2 കോടി വീതം 1 കോടി കൂടി കൊടുക്കുന്നു. അപ്പൊ ആ വർഷവും 2 കോടി കൊടുത്തു. അപ്പൊ ഇതുപോലെ ആണ് ഈ ഇലക്ഷൻ BJPയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഈ എന്താ പറയുക, ഈ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നു. ഇഷ്ടം പോലെ ഫണ്ട് BJPയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ഒരു തന്ത്രം, ആ തന്ത്രത്തെയാണ് ഹീനതന്ത്രം എന്ന് നാം വിളിക്കേണ്ടി വരിക. എന്തുകൊണ്ടാണ് ഹീനതന്ത്രം എന്ന് വിളിക്കുന്നത്? കാരണം എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പക്ഷേ പിന്നെ കുറേശ്ശെയൊക്കെ പണം ഇങ്ങനെ സ്വരൂപിച്ചിട്ടുണ്ടാകാം.